വെൽക്കം ബാക്ക്. അപ്പോ മോർണിംഗ് വാക്കിനായി നമ്മളുള്ളത് വൈകുന്ന പ്രേക്ഷകർക്കായി പറയുകയാണ്. നമ്മൾ ശംഖുമുഖം ബീച്ചിലാണുള്ളത്. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ ഇങ്ങനെ കണ്ടു വരികയാണ്. നേരം വെളുത്തിട്ടുണ്ട്. അതെ അതെ, കാഴ്ചകൾ വ്യക്തമാണ്. അതെ, ഇപ്പൊ സമയം 6:36 ആയിട്ടുണ്ട്. അപ്പൊ ശംഖുമുഖത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണം, അതിന് മുന്നിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. ഇതാണത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ശംഖുമുഖത്തെ ഈ പ്രതിമ. കാനായി കുഞ്ഞിരാമൻ, പ്രശസ്ത ശില്പി കാനായി കുഞ്ഞിരാമന്റെ സാഗര കന്യക. ചിപ്പിക്കുള്ളിലാണ് ഈ സാഗര കന്യകയുള്ളത്. ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ മത്സ്യകന്യകയുടെ ശില്പം എന്നുള്ള രീതിയിൽ അതൊരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. കാനായി കുഞ്ഞിരാമൻ ശില്പി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയാണ് കലയുള്ളത് എന്ന്. അദ്ദേഹം ഒരുപാട് അംഗീകാരങ്ങൾക്കോ അല്ലാണ്ട് ഒരുപാട് പണത്തിനോ വേണ്ടിയല്ല, കല എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഇതാ അസ്തമയ സൂര്യനെ നോക്കിക്കിടക്കുന്ന സാഗര കന്യകയുടെ ദൃശ്യം അതിരാവിലെ തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇനിയിപ്പോ അവിടുന്ന് കുറച്ചൊന്ന് മാറി ഒന്ന് വലത്ത് ഭാഗത്തേക്ക് നമുക്കൊന്ന് ക്യാമറ പോയി കഴിഞ്ഞാൽ അവിടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ Z3045 എന്ന് പറയുന്ന ഹെലികോപ്റ്ററും കാണാം. അത് ഡീകമ്മീഷൻ ചെയ്തതാണ് എങ്കിൽ കൂടി അതിവിടെ എല്ലാവരുടെയും ഒരു മുഖ്യ ആകർഷണമായിട്ട് ഇപ്പോഴവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ശംഖുമുഖത്തെത്തുന്ന എല്ലാവർക്കും ഇത് രണ്ടുമൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല തൊട്ടപ്പുറത്ത് കടലാണ്, ബീച്ചാണ്. അവിടെയൊക്കെ ഇപ്പൊ അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്നുണ്ട്. കുറച്ചുപേർ മത്സ്യബന്ധനത്തിനായി എത്തിയിട്ടുണ്ട്. പിന്നെ നടക്കാൻ പോകുന്ന, ജോഗ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊക്കെ നമുക്കിവിടെ കാണാം. അപ്പൊ അതിലേക്കൊക്കെ വരാതിന് മുമ്പ് നമുക്കൊരു വാർത്തയുണ്ട് കൊടുക്കാം. പെരിയ ഇരട്ടക്കൊല കേസിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് പിന്തുണ നൽകുന്നതിന്റെ പേരിൽ പാർട്ടി പ്രതിക്കൂട്ടിലായിരിക്കെ CPIM നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാവും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റും നാളെ സംസ്ഥാന സമിതിയുമാണ് ചേരുക. സംസ്ഥാന സമ്മേളനത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രധാനപ്പെട്ട അജണ്ട. പെരിയ കേസിൽ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടതിനാൽ തുടർ നടപടികൾ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. CBI അറസ്റ്റ് ചെയ്ത പാർട്ടിക്കാരെ തുടർന്നും സംരക്ഷിക്കാൻ തന്നെയാണ് പാർട്ടിയുടെ ആലോചന. സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം പാർട്ടി നേതൃത്വം നിലപാട് വ്യക്തമാക്കിയേക്കും. സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിന്റെ കരട് സമ്മേളനത്തിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്ന മറ്റ് രേഖകളും തയ്യാറാക്കുകയാണ് സംസ്ഥാന സമിതിയുടെ മുഖ്യ അജണ്ട. പെരിയ കേസ് സംസ്ഥാന സമിതിയിലും ചർച്ചയ്ക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ രാത്രി ഉണ്ടായ PV അൻവറിന്റെ അറസ്റ്റും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ചർച്ചയ്ക്ക് വന്നേക്കുമെന്ന് കൂടി അറിയുന്നുണ്ട് അല്ലേ? അതെ, അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും തീർച്ചയായിട്ടും ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചും CPIM-നെ സംബന്ധിച്ചും വലിയ പ്രധാനപ്പെട്ട ദിവസമാണ്. പിന്നെ PV അൻവർ MLA-യുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടും ഒരുപാട് പ്രതികരണങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് എല്ലാ പാർട്ടികളിൽ നിന്നും, BJP-യിൽ നിന്നായാലും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത് നിലപാടാണ് ഈ വിഷയത്തിൽ അവർ സ്വീകരിക്കുക? പൊതുമുതൽ നശിപ്പിച്ചു എന്നുള്ള വിഷയം ചൂണ്ടിക്കാട്ടിയാണെങ്കിൽ പോലും അറസ്റ്റ് ചെയ്ത രീതി ശരിയായില്ല എന്നുള്ള ഒരു വിമർശനം അത് പൊതുവെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതെ, ഇവിടുന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പം ഇവിടുത്തെ കാഴ്ചകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒരു ആംഫി തിയേറ്റർ മോഡലിൽ കാഴ്ചകൾ കാണാൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ശില്പത്തെ അത് പൂർണ്ണമായും ആസ്വദിക്കാം എന്ന് മാത്രമല്ല ഇവിടുന്ന് കാഴ്ചകളും കാണാം. ഈ ഹെലികോപ്റ്റർ കാണാം. തിരിച്ചങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കടലുണ്ട്. ഇവിടെ ഒരാൾ കിടക്കുന്നത് ഒരുപക്ഷെ സിറിലിന്റെ ക്യാമറയിൽ അത് പതിയും. അത് പ്രേക്ഷകർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഒരാള് കിടക്കുന്നുണ്ടോ ചേച്ചി? കിടക്കാണോ? അതെ അതെ അതെ, കാലിൽ കയറ്റി വെച്ച് റിലാക്സ് ആയിട്ട്. ഈ ശില്പത്തിനൊരു പേരുണ്ട്, ഞാനത് പെട്ടെന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. ഇങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ അല്ലേ, ബീച്ചിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ. അതിനാണ് തൊട്ടടുത്താണുള്ളത്. നമുക്ക് പിറകിലായിട്ട് കടലിൽ കാണാം. അപ്പൊ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് അടുത്ത വാർത്ത വായിക്കാം. ഒരു സുഖമുണ്ട്. മക്കളെ കൊന്ന കേസിലെ കുറ്റവാളികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയതിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് പെരിയയിലെ ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബങ്ങൾ. കണ്ണൂർ സെൻട്രൽ ജയിൽ CPM ക്രിമിനലുകളുടെ സുഖവാസ കേന്ദ്രമാണെന്നും ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണൻ 24-നോട് പറഞ്ഞു. ഇത്രയും ക്രൂരകൃത്യം നടന്നിട്ട് വരുന്നവർക്ക് ഒരു പ്രയാസങ്ങളും സംഭവിക്കാതെ കണ്ട് കൃത്യമായി അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഒരു സുഖവാസ കേന്ദ്രമായി ആ സെൻട്രൽ ജയിലിനെ മാറ്റിയിരിക്കുന്നു. ഏകദേശം 90% ആൾക്കാർ CPM-കാരാണ് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടും കൊണ്ട് അതിന് ശിക്ഷ ലഭിച്ച് സെൻട്രൽ ജയിലിൽ കഴിയുന്നത്. അപ്പോൾ അവരെ സംരക്ഷിക്കുകയാണ്. ഇപ്പോൾ ഒരു പാർട്ടി സംരക്ഷിച്ചാൽ അത്രയും നമുക്കൊരു വേദനയില്ല. പക്ഷേ ഇപ്പോൾ ശിക്ഷ കിട്ടിയിട്ടും അതിനുശേഷം ഈ സർക്കാരടക്കം ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രയാസകരവും വേദനാജനകവുമായ കാര്യം. ഇപ്പോൾ നടക്കുന്ന ഈ ജയിൽ മാറ്റം അതിനിപ്പോൾ ഇതേ
ജഡ്ജിയുടെ അടുത്ത് തന്നെ നമ്മൾ റീപെറ്റീഷൻ കൊടുക്കാൻ പോവുകയാണ്. കേസിൽ തെളിവ് നശിപ്പിക്കാൻ പോലീസ് കൂട്ടുനിന്നുവെന്നും തുടരന്വേഷണം വേണമെന്നും സത്യനാരായണൻ ആവശ്യപ്പെടുന്നു. കുറ്റവിമുക്തരായ 10 പേരെ പ്രതി ചേർക്കാൻ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും സത്യനാരായണൻ പറഞ്ഞു. ഏത് തരത്തിലുള്ള ഒരു തെളിവുകളും അവിടത്തേക്ക് നശിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടായി. ഉന്നതായ ആൾക്കാരും ഈ നിയമജ്ഞരും കൂടി ആലോചിച്ചതിന് ശേഷം ഇത് എങ്ങനെ നമുക്ക് പുനരന്വേഷണത്തിൽ പോയാൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, ഇവരെങ്ങനെ ഇത് കുറ്റക്കാരായി കണ്ടെത്താൻ പറ്റുന്ന രീതിയിലേക്ക് ആലോചിച്ചതിന് ശേഷം ഞങ്ങൾ ചെയ്യാൻ ഇപ്പോഴും അതിൻ്റെ തയ്യാറെടുപ്പിൽ തന്നെയാണ് ഉള്ളത്. അപ്പീൽ നൽകും. അപ്പീൽ ഈ 10 പേര് പുറത്തുണ്ടല്ലോ, ഗൂഢാലോചന എന്നുള്ള ഒരു സംഭവം അവിടെ ഒരാൾക്കും അതിൻ്റെ ഒരു ശിക്ഷയും കിട്ടിയില്ല. അത് എന്തുകൊണ്ട് എന്നില്ല നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ ആ 10 പേർക്ക് വേണ്ടി നമ്മൾ അപ്പീൽ പോകും, ഹൈക്കോടതിയിലേക്ക് പോകും. കാസർഗോഡ് നിന്ന് ചെയ്യുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ഈ പെരിയ ഇരട്ടക്കൊല കേസിലെ വിധി വന്ന അന്ന് തന്നെ കുടുംബം പ്രതികരിച്ചതാണ്. വിധിയിൽ പൂർണ്ണമായും തൃപ്തിയില്ല, എന്തായാലും നിയമപരമായി നേരിടും, അതിൽ അപ്പീൽ നൽകുന്നതിനെ കുറിച്ച് ആലോചിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. പക്ഷേ ഇതിപ്പോൾ പ്രതികളെ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയതാണ് വീണ്ടും കുടുംബത്തിന് അതൃപ്തി ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPIM ക്രിമിനലുകളുടെ ഒരു കേന്ദ്രമാണ് സെൻട്രൽ ജയിൽ, കണ്ണൂർ സെൻട്രൽ ജയിൽ എന്നൊരു ഗുരുതരമായ ആരോപണം വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പോലീസ് എല്ലാത്തിനും കൂട്ടുനിൽക്കുന്നു, ഈ ഗൂഢാലോചനയിലടക്കം കൂട്ടുനിൽക്കുന്നു എന്ന അതീവ ഗുരുതരമായ ആരോപണം കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബത്തിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് അല്ലെ? എന്താണ്, ഏത് രീതിയിലാണ് കുടുംബം ഇനി നീങ്ങാൻ പോകുന്നത്? അരുൺ പാറയ്ക്കൽ. പ്രജിൻ, സ്മിത, ഗുഡ് മോർണിംഗ്. ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കേസ് കൊച്ചി CBI കോടതി പരിഗണിക്കുന്ന സമയത്ത് തന്നെ കൊടിസുനി ഈ പീതാംബരനുമായി കൂടിക്കാഴ്ച നടത്തിയതൊക്കെ വലിയ തോതിലുള്ളൊരു വിവാദമായിരുന്നു. അതിനുശേഷമാണ് ഈ ശിക്ഷ വിധിച്ചതിന് ശേഷം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് 9 പ്രതികളെ മാറ്റാനുള്ള തീരുമാനം ഉണ്ടായത്. അതിനുവേണ്ടി ഈ പ്രതികൾ അപേക്ഷ നൽകിയത് കുടുംബമോ പ്രോസിക്യൂഷനോ അറിഞ്ഞിരുന്നില്ല എന്നാണ് ശരത്ലാലിൻ്റെ അച്ഛൻ സത്യനാരായണൻ നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ഇപ്പോൾ ഇന്നലെ അത് 9 പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്ന സമയത്ത് P. ജയരാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിലേക്ക് എത്തുന്നു. മാത്രമല്ല CPMൻ്റെ ഉന്നതരായ നേതാക്കളെത്തി ഈ പ്രതികൾക്ക് മുദ്രാവാക്യം വിളികളോടെ സ്വീകരണം നൽകുന്ന ഒരു കാഴ്ചയൊക്കെ ഉണ്ടായി. ഒരു ഘട്ടത്തിലും ഈ പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CPMന് പങ്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും ഇത്തരത്തിൽ പ്രതികളെ പിന്തുണയ്ക്കുന്ന, പ്രതികളുടെ കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് CPM കൈക്കൊണ്ടുവരുന്നുണ്ട്. ഇതിനെതിരെയാണ് ഇപ്പോൾ കുടുംബം പ്രതികരിച്ചത്. കാസർഗോഡ് ജില്ലയിലാവട്ടെ ഈ 24 പ്രതികൾ, അതായത് കോടതി കുറ്റവിമുക്തരാക്കിയ 10 പ്രതികളും ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട 14 പ്രതികളും, ഈ പ്രതികളുടെയൊക്കെ വീടുകളിൽ CPM നേതാക്കൾ കയറി ഇറങ്ങുന്നു എന്നുള്ളതാണ്. സന്ദർശനം നടത്തുന്നു. ജയിലിൽ പോയ 14 പ്രതികളുടെയും വീടുകളിലെത്തി അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് CPMൻ്റെ ജില്ലാ സെക്രട്ടറി ഉദുമ MLA, അതുപോലെ തന്നെ തൃക്കരിപ്പൂർ MLA, മുൻ MP P. കരുണാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ പോകുന്നു എന്നത് കുടുംബത്തെ വേദനിപ്പിക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണമാണ് ശരത്ലാലിൻ്റെ അച്ഛൻ സത്യനാരായണൻ നമുക്ക് നൽകിയത്. ഈ തുടരന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട്. തെളിവുകൾ നശിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള കൂട്ടുനിന്ന CPM നേതാക്കളുണ്ട്. അവരൊന്നും ഈ കേസിൻ്റെ ഭാഗമായിട്ടില്ല. അവർക്ക് കൂടി ശിക്ഷ വാങ്ങി നൽകുന്ന കാര്യത്തിലേക്ക് കടക്കും. അതുമാത്രമല്ല, കോടതി കുറ്റവിമുക്തരാക്കിയ 10 പേരുണ്ട്. ആ 10 പേർ ഈ ഗൂഢാലോചന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെട്ട ആളുകളാണ്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ഈ സത്യനാരായണൻ സൂചിപ്പിക്കുന്നുണ്ട്. ഒപ്പം ഈ ജയിൽ മാറ്റത്തിനെതിരെ രംഗത്ത് വരുന്നു എന്നുള്ളതാണ്. ഉടൻ തന്നെ ജഡ്ജിയെ സമീപിക്കും. ഈ പ്രതികൾക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ സുഖവാസ കേന്ദ്രമാണ്, സുഖചികിത്സയ്ക്ക് വേണ്ടിയാണ് അവരെ ഇവിടേക്ക് എത്തിച്ചത്. അതിനൊത്താശ ചെയ്തത് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ CPM നേതാക്കളുമാണ്. എന്തായാലും അതിന് തടയിടും. അവരെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് മാറ്റാനുള്ള നിയമ പോരാട്ടം തുടരുമെന്ന് സത്യനാരായണൻ പറയുന്നുണ്ട്. സ്മിത, പ്രജിൻ. അരുൺ പാറയ്ക്കലാണ് കാസർഗോഡ് നിന്നും വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മറ്റു പ്രധാനപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. പക്ഷേ അതിന് മുൻപ് നമ്മൾ ഈ കടലൊന്ന് കാണിക്കാമെന്ന് തോന്നുന്നു പ്രേക്ഷകർക്ക്. രാവിലെ പ്രഭാതത്തിൽ അതെ എത്ര കണ്ടാലും. അത് മാത്രമല്ല, പ്രശസ്തരായ എഴുത്തുകാരുടെയൊക്കെ പല എഴുത്തുകളിലും ഈ കടലിനെ കുറിച്ച് പറയുന്നുണ്ട്. എത്ര കണ്ടാലും മതിയാവാത്ത കടൽ. ഇങ്ങനെ ശാന്തമായി കിടക്കുമ്പോഴും ഉള്ളിലിങ്ങനെ ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും പേറുന്ന മനുഷ്യരെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ നമ്മൾ കടലിനോടാണ് ഉപമിക്കുക. പുറമേ ശാന്തമായിരിക്കും, പക്ഷേ അകം അങ്ങനെ തിളച്ചു പറയുകയായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ വല്ലാതെ അലയടിക്കുകയായിരിക്കും എന്നൊക്കെ പറയും. അപ്പൊ ഈ പ്രഭാതത്തിൽ ശാന്തമാണ് കടൽ. ഈ കാഴ്ചയോടൊപ്പം തന്നെ കണ്ട ഒരു ബോർഡ് ഇവിടെ വളരെ പ്രസക്തമാണ്. തരംതിരിക്കാം, സംസ്കരിക്കാം. മാലിന്യം വലിച്ചെറിഞ്ഞാൽ 10,000 രൂപ വരെ ശിക്ഷയുണ്ട്.
ശുചിത്വ മിഷന്റെ ഒരു കൃത്യമായ ബോർഡാണ്. അഴുകുന്ന മാലിന്യം, അഴുകാത്ത മാലിന്യം എന്ന് വേർതിരിച്ച് നൽകണം. പക്ഷേ തൊട്ട് താഴെ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ഈ താഴേക്കുള്ള കാഴ്ചകളും എങ്ങനെയാണ് ഈ മാലിന്യം ഇവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്നത്, ഏത് രീതിയിലാണ് ഇതൊന്നും ബീച്ച് മൊത്തത്തിൽ വളരെ നമ്മളെപ്പോഴും ഈ നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. സത്യമായി തന്നെ പറയണം. ഇത് ക്ലീൻ ചെയ്യും, നേരം വെളുത്തു വരുന്നേ ഉള്ളൂ, ക്ലീൻ ചെയ്യും, അതിന് ആളുകളുണ്ടാവും, ഒക്കെ ശരിയാണെങ്കിലും നമ്മൾ ഓരോരുത്തരും അവരവരുടെ ഉത്തരവാദിത്വം എന്താണെന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്നലെ രാത്രി വന്ന വലിയൊരു ജനക്കൂട്ടമൊക്കെ ബാക്കി വെച്ച് പോയ മാലിന്യങ്ങളാണ്. പക്ഷെ അത് എത്രമാത്രം വൃത്തിയോടായിട്ടാണ് രാവിലെ നമ്മുടെ മുന്നിൽ എത്തുന്നത് നോക്കുക. ഇവിടെ പ്രഭാത സവാരിക്കും ജോഗിങ്ങിനും ഒക്കെ ആയിട്ട് എത്തുന്ന ആൾക്കാരുടെ മുന്നിലേക്ക് കടക്കുന്നത് ഇതുപോലെ ഒരു മാലിന്യ കടലാണ്. ഇതിങ്ങനെ കാണുമ്പോൾ അത് വലിയ ഒരു ജോലിയാന്ന് തോന്നുമെങ്കിലും ഓരോരുത്തരും അവരവരിങ്ങനെ വലിച്ചെറിയില്ല എന്ന് അങ്ങ് തീരുമാനിച്ചാൽ മതി എന്നേ. അത് ഒരാഴ്ച 2 ആഴ്ച ഒന്ന് പരീക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിന്റെ ഒരു ഫലം എത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കുമെന്ന്. ഇപ്പോൾ ബീച്ചിൽ, നമ്മുടെ ശംഖുമുഖം ബീച്ചിലാണ് മോർണിംഗ് വാക്കിനായി നമ്മൾ സിറില് പറയായിരുന്നു ബീച്ചിൽ ഇറങ്ങണമെങ്കിൽ ഇറങ്ങാന്ന്. ബീച്ചിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നു കഴിഞ്ഞാണല്ലോ കലോത്സവ നഗരിയിലേക്ക് പോകാൻ നമ്മൾ ഒരു പക്ഷെ വൈകിയേക്കും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് ബീച്ചിൽ ഇറങ്ങുക, കടല് കണ്ടിരിക്കുക, എത്ര കണ്ടാലും മതിയാവില്ല കടൽ അല്ലെ. ഒരുപാട് മഹാത്ഭുതങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് സാഗരം. പക്ഷെ നമ്മൾക്ക് ഒരുപാട് വാർത്തകളിലേക്കൊക്കെ വരേണ്ടതുണ്ട്. ഈ കാഴ്ചകളൊക്കെ രാവിലെ തന്നെ. അതെ അതെ അതെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് നിങ്ങൾ കേരള ടീമിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണോ? ഏതാണ് നിങ്ങളുടെ ഓക്കെ? അപ്പൊ ഇവിടെ മാച്ച് ഉണ്ടോ? നിങ്ങൾ പ്രാക്ടീസിന് വന്നതാണോ? പ്രാക്ടീസിന് വന്നതാണ്. ഇന്നിപ്പോ ആസാമിന് പോകും. ഓക്കെ. അപ്പം എന്താണ്, ഏത് ഇവന്റ് ആണ്? ബീച്ച് ഹാൻഡ്ബോൾ തന്നെ. നാഷണൽ ആണോ? നാഷണൽസ്. എന്നാണ് തുടങ്ങുന്നത്? 15 തൊട്ട് 11 വരെ. അപ്പൊ എത്ര ടീം മെമ്പേഴ്സ് ആണുള്ളത് ടോട്ടൽ? 10 പേര്. നിങ്ങൾ മാത്രമാണോ? കോച്ച് പോയിട്ടുണ്ട്. ഈ പ്രജിൻ ഗൗരവത്തിൽ ചോദിച്ചോണ്ടാണോ നിങ്ങൾ ഭയങ്കര ഗൗരവാണോ? ഇന്നത്തെ പ്രാക്ടീസ് കഴിഞ്ഞോ? ആണോ? ഇപ്പൊ ഇവിടെ എന്താ, ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് നിങ്ങൾ? വെരി ഗുഡ്. ബീച്ച് വോളിബോൾ ആണ്. അപ്പൊ പിന്നെ ബീച്ചിലാണല്ലോ വരേണ്ടത്. സോറി, ബീച്ച് ഹാൻഡ്ബോൾ ആണ്. അപ്പൊ അതുകൊണ്ട് ബീച്ചിലേക്കാണല്ലോ വരിക. എനിക്കാണെങ്കിൽ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കാന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളി. അപ്പൊ മാച്ച് എന്നാ തുടങ്ങുന്നുണ്ട് പറഞ്ഞേ? 10. അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. പൊളിക്കുക. കേരളത്തിലേക്ക് വീണ്ടും കിരീടം കൊണ്ടുവരും. അടിപൊളി. താങ്ക് യു. അപ്പോ കേരളത്തിന്റെ ബീച്ച് ഹാൻഡ്ബോൾ ടീമിനാണ് നമ്മൾ കണ്ടത്. അവർ നാഷണൽസിൽ പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പൊ അതിനുള്ള പ്രാക്ടീസിനായിട്ടാണ് രാവിലെ തന്നെ ബീച്ചിലേക്ക് എത്തിയത്. അതെ അതെ. നമ്മൾ ഈ ഒരുപാട് തെരുവ് നായ്ക്കൾ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. പക്ഷെ അവര് ഈ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ബീച്ചിൽ. അവരും നായ്ക്കളുടെ ഉറക്കത്തിനെ ഒന്നും ശല്യപ്പെടുത്തുന്നില്ല. നായ്ക്കൾ തിരിച്ചും മനുഷ്യരെ ഒന്നും ശല്യപ്പെടുത്തുന്നതായിട്ട് കാണുന്നില്ല അല്ലെ. പലപ്പോഴും ഈ തെരുവ് നായ്ക്കളുടെ ശല്യത്തിനെ കുറിച്ചൊക്കെ പരാതി പറയുമ്പോൾ ഇതുപോലെ ശാന്തമായി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഇങ്ങനെ എന്താ പറയാ, വേണ്ട വേണ്ട അവരെ വെറുതെ പ്രകോപിപ്പിക്കാൻ പോയി. ഞാൻ പറഞ്ഞു നമ്മുടെ സന്തോഷ് ശേഖർ, നമ്മുടെ ക്യാമറാമാൻ, അങ്ങോട്ടേക്ക് പോയപ്പോഴാണ് അവിടെ ഒരുപാട് നായ്ക്കളുണ്ട്. എനിക്ക് തോന്നുന്നത് നേരത്തെ കണ്ട നമ്മുടെ കുട്ടികൾക്ക് നേരത്തെ കണ്ട നമ്മുടെ കുട്ടികൾക്ക് പോലും പ്രാക്ടീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നായ്ക്കൾ ഇങ്ങനെ നോക്കുക. ഈ ഹാൻഡ്ബോൾ പ്രാക്ടീസ് നടക്കുന്ന ആ കോർട്ടിൽ തന്നെയാണുള്ളത്. അവരതുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യാത്തത് അങ്ങനെ പറഞ്ഞിട്ടില്ല. പക്ഷെ നോക്കിയേ എത്ര നായ്ക്കളാണ് ഇത്. ചിലപ്പോ അവരങ്ങോട്ട് ചെല്ലുമ്പോ നായ്ക്കൾ പോവുമായിരിക്കും. ചില സമയത്ത് നമ്മൾ അവരുടെ കൂടെ നിൽക്കാൻ തോന്നും. പക്ഷെ സന്തോഷ് 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 വേണ്ട, സന്തോഷ് അല്ലേ, വരൂ സന്തോഷ്. ഓക്കെ. എനിക്ക് ചെറിയ പേടിയാ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോഴേ. പക്ഷെ അവരെ ശല്യം ചെയ്യരുത്. നമ്മള് അടുത്ത വാർത്തയിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു അല്ലേ? അതെ, അതായത് എനിക്ക് സന്തോഷമായിട്ട് ഓക്കെയാണ്. പക്ഷെ ഒരുപാട് നായ്ക്കൾ അവിടെ കാണാം. സന്തോഷിന് അവരെ ഇഷ്ടമാണ് അല്ലേ? നമുക്ക് അടുത്ത വാർത്ത കൊടുക്കാം. ചോദ്യപേപ്പർ ചോർച്ച കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഇന്നാണ്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. ചോദ്യപേപ്പർ ചോർത്തിയതിൽ ദുരൂഹതയുണ്ട് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണെന്നും അതിനാൽ ജാമ്യം അനുവദിക്കരുത് എന്നുമാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. അതേസമയം ചോദ്യങ്ങൾ പ്രവചിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഏതന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും അതിന് കസ്റ്റഡി ആവശ്യമില്ല എന്നുമാണ് പ്രതിഭാഗത്തിന്റെയും വാദം. പ്രജിൻ, ഇതിന്റെ വേറൊരു കാര്യം, സന്തോഷിന് നായ്ക്കളെ പേടിയില്ല. അവരിപ്പോ ശരിയായി കഴിഞ്ഞു അല്ലെ? പെട്ടെന്ന് കണ്ടപ്പോ അവരൊന്ന് കുറച്ചേ ഉള്ളൂ. സന്തോഷിന്റെ അടുത്തേക്ക് വാലാട്ടി എല്ലാവരും കൂടെ വന്നു കേട്ടോ. അതുകൊണ്ടാണ് അത്ര ധൈര്യത്തോടെ പോയത്. നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലേക്ക് പെട്ടെന്ന് പോവാം അല്ലെ. 2 ദിവസം നീണ്ടുനിന്ന ബേപ്പൂർ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റ് സമാപിച്ചു
എന്ന വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നു. മന്ത്രി പി എ മുഹമ്മദ് റിയാസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 10,000-ങ്ങളാണ് ഫെസ്റ്റിന്റെ അവസാന ദിവസം ബേപ്പൂരേക്ക് ഒഴുകിയെത്തിയത്. ബേപ്പൂർ ചാലിയം ബീച്ചുകളിലായി 2 ദിവസം നീണ്ടുനിന്ന ജലകായിക മത്സരങ്ങൾ. ആകാശത്ത് ദൃശ്യവിസ്മയം തീർത്ത് എയർ ഷോ. ആവേശത്തിരയിളക്കി സംഗീതരാവുകൾ. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റിന്റെ 4ാം സീസണ് സമാപനം. ജലമേളയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒഴുകിയെത്തിയത് 10,000-ങ്ങൾ. സമീപ ജില്ലകളിൽ നിന്നും ആളുകളെത്തി. നമ്മൾ ആദ്യമായിട്ട് വരികയാണ്. വളരെ നന്നായിട്ടുണ്ട്. വരുമ്പോൾ ഇത്രയും ജനങ്ങൾ ഇതിനെ വരവേറ്റുണ്ട്. നല്ല ഭംഗിയുണ്ട്. ബോട്ട്, സ്പീഡ് ബോട്ട് അങ്ങനെയൊക്കെ ഉണ്ട്. ഉഷാറാണ്, വളരെ സെറ്റപ്പ് ആയി. അടിപൊളി, നല്ല പരിപാടി, നല്ല ഉഷാറ് പരിപാടി, നല്ല ആംബിയൻസ് കാര്യങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും ഒന്നുകൂടി ഉഷാറായിട്ടുണ്ട്. സംസ്ഥാന ടൂറിസം വകുപ്പും ജില്ലാ ഭരണകൂടവും DTPCയും സംയുക്തമായാണ് വാട്ടർ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. രണ്ട് ദിവസം നീണ്ടുനിന്ന മനോഹര കാഴ്ചകൾക്ക് സമാപനം. ഇനി അടുത്ത ഫെസ്റ്റിനായുള്ള ബേപ്പൂരുകാരുടെ കാത്തിരിപ്പ്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം അഭിജിത്ത് മുഴക്കുന്ന്, 24 കോഴിക്കോട്. മനോഹരമായ കാഴ്ചയാണ്. നമ്മളിപ്പോ വലിയ സന്തോഷാണ്. ഉദിച്ചു വരുന്നുണ്ട് പതുക്കെ സൂര്യൻ. സ്വസ്തി ഹേ സൂര്യ തേ സ്വസ്തി. ONV കുറുപ്പ് സാറിനെ ഓർമ്മ വരുന്നു, ആ കവിത ഓർമ്മ വരുന്നു. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ. സൂര്യനും കടലും ഒക്കെ അതുപോലെ തന്നെയാണ് അല്ലെ. നമുക്ക് ജീവിതത്തിൽ എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊക്കെ മറക്കാൻ ഒരു സൂര്യോദയവും സൂര്യാസ്തമയവും കടലിന്റെ തീരത്തിരുന്ന് കണ്ടു കഴിഞ്ഞാൽ മതി എന്ന് പറയും. അങ്ങനെ മനോഹരമായ കാഴ്ചകളുണ്ട്. അടുത്ത വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. എന്താ പ്രജിൻ, എന്താ പറയാൻ വന്നേ? അതന്നെയാണ്, ഞാൻ മോർണിംഗ് വാക്കിന്റെ അവസാന ഘട്ടത്തിൽ നമ്മൾ എത്തുന്നു എന്നാണ്. അപ്പോഴുണ്ട് നമുക്ക് ചില വാർത്തകൾ കൊടുക്കാൻ. സിറോ മലബാർ സഭ സിനഡ് സമ്മേളനം ഇന്ന് തുടങ്ങും എന്ന വാർത്തയാണത്. ഈ മാസം 11 വരെയാണ് സിനഡ്. മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ സമ്മേളനം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. സിനഡിന് മുൻപായി കുർബാന തർക്കം പരിഹരിക്കണം എന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ കുർബാന പ്രശ്നം ഇപ്പോഴും സജീവമായി തന്നെ തുടരുന്നു. സഭാവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ 4 വൈദികർക്കെതിരെ കടുത്ത നടപടിയെടുത്തിരുന്നു. കുർബാന തർക്കത്തിലെ സഭയുടെ അടുത്ത നടപടി അടക്കമുള്ളവ സിനഡിൽ ചർച്ചയാകും. ഇനി നമുക്ക് ശംഖുമുഖം ഈ ബീച്ചിൽ നിന്ന് നേരെ സന്നിധാനത്തേക്കാണ്, ശബരിമലയിലേക്കാണ്. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. നമുക്കൊരു ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത വരുന്നുണ്ട്. ഇടുക്കിയിൽ നിന്നും. ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞു എന്നൊരു വാർത്ത വരുന്നു. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. യാത്രക്കാരെ രക്ഷപ്പെടുത്തുകയാണ് എന്ന വിവരം കൂടി രാഹുൽ വിജയൻ അവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാഹുൽ കേൾക്കാമെങ്കിൽ, കൊക്കയിലേക്ക് മറിഞ്ഞു എന്നാണ്. എത്ര അടി താഴ്ചയിലേക്കുള്ള കൊക്കയാണ്? എന്താണ് സംഭവിച്ചത്? രാവിലെ തന്നെ വലിയ അപകടത്തിന്റെ വാർത്ത വരുന്നു. യാത്രക്കാരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും കാര്യമായ പരിക്കുകൾ ഉണ്ടാകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ആകട്ടെ. മാവേലിക്കരയിൽ നിന്നും തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘം സഞ്ചരിച്ച ബസ്സാണ് കൊക്കയിലേക്ക് മറിഞ്ഞത്. അതിന്റെ ദൃശ്യങ്ങൾ സഹിതം ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത്യാവശ്യം വലിയ താഴ്ചയിലേക്ക് ബസ് മറിഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നു. രാഹുൽ വിജയൻ ചേരുന്നുണ്ട്. പ്രജിൻ, രാഹുൽ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? യാത്രക്കാരെ രക്ഷപ്പെടുത്തുന്നു. ആർക്കെങ്കിലും കാര്യമായ പരുക്കുകളുണ്ടോ? കൂടുതൽ വിവരങ്ങൾ.
സ്മിത, നിലവിൽ ആർക്കെങ്കിലും കാര്യമായ പരിക്കുകൾ ഉള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അല്പസമയം മുമ്പാണ് ഈ അപകടം ഉണ്ടായത് എന്നുള്ളത് മാത്രമാണ്. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദസഞ്ചാരത്തിന് പോയ 34 പേരടങ്ങുന്ന സംഘത്തിന്റെ ബസ്സാണ്, അതായത് KSRTC ബസ്സുമായിട്ടാണ് അവർ വിനോദസഞ്ചാരത്തിന് പോയിരുന്നത്. അത് തിരിച്ചു വരുന്ന വഴി പുല്ലുപാറയ്ക്ക് സമീപം വെച്ച് മറിയുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഈ ആളുകളുടെ പ്രതികരണം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ പറയുന്നത് ബ്രേക്ക് പോയി എന്ന് പെട്ടെന്ന് ഡ്രൈവർ പറയുകയും ആ നിമിഷം തന്നെ വാഹനം മറിയുകയുമായിരുന്നു, ഒക്കയിലേക്ക് മറിയുകയായിരുന്നു. ആളുകൾ 34 പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയുടെ ഭാഗമാണ് ഈ പുല്ലുപാറ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ അപകടം ഉണ്ടായത്. ഈ വാഹനം മറിഞ്ഞതിന് ശേഷം നാട്ടുകാരും അതുപോലെ തന്നെ മറ്റ് വാഹനയാത്രികരും ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട്. ആളുകളെ എല്ലാവരെയും തന്നെ റോഡിലേക്ക് കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ലാത്തത് ആശ്വാസകരമായ കാര്യമാണ്. വലിയ ഈ പുല്ലുപാറയ്ക്ക് സമീപം വലിയൊരു താഴ്ചയിലേക്ക്, അതായത് ഒരു അത്യാവശ്യം താഴ്ചയിലേക്ക് ഇത് മറിഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അപകടത്തിന്റെ തീവ്രത വലിയ അളവിൽ വർദ്ധിച്ചേനെ. അത് മാത്രമല്ല, ഈ മറിഞ്ഞ സ്ഥലത്തിന് ഒരൽപ്പം മാറിയ ഒരു വളവിൽ നിന്നായിരുന്നു ഈ അപകടം ഉണ്ടായിരുന്നെങ്കിൽ വലിയ താഴ്ചയായിരുന്നു. രക്ഷാപ്രവർത്തനം തന്നെ സമീപത്താണ് ഈ അപകടം ഉണ്ടായത്. താഴ്ചയാണ്, പക്ഷെ ആർക്കും ഗുരുതരമായ പരിക്കുകളില്ല എന്നാണ് രാഹുൽ വിജയൻ റിപ്പോർട്ട് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ശംഖുമുഖം ബീച്ചിലെ നമ്മുടെ മോർണിംഗ് വാക്ക് പൂർത്തിയാവാൻ സമയമാവുകയാണ്. അപ്പോൾ കടലിന്റെ ആ ശബ്ദമൊക്കെ കേട്ട് നമ്മൾ കുറച്ചു നേരം കൂടി ഉണ്ടാകും. കാഴ്ചയാണ്. പക്ഷേ